French Revolution. The third estate take the lead. The luxurious life and squalor of Bourbon kings, clergy and lords, and the frequent wars they waged, along with the frequent spells of drought and crop failure, brought France to the brink of bankruptcy. ഫ്രാൻസിലെ കടക്കെണിയിലേക്ക് നയിച്ച സാമ്പത്തിക സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമത്തെ പോയിന്റ്, ദ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്ക്വാൻഡർ ഓഫ് ദി ബൂർബൻ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ്. പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ബൂർബൻ രാജാക്കന്മാരുടെയും അത്യാർഭാടപൂർണവും ധൂർത്തവുമായ ജീവിതമാണ് ഫ്രാൻസിനെ കടക്കെണിയിലേക്ക് നയിച്ച ഒന്നാമത്തെ പോയിന്റ്. 2, ആൻഡ് ദി ഫ്രീക്വൻറ്റ് വാർസ് ദേ വേജഡ്. അവർ നടത്തിയിട്ടുള്ള നിരന്തരമായ യുദ്ധങ്ങൾ, അതും കടക്കെണിയിലേക്ക് നയിക്കുകയുണ്ടായി. 3, എലോങ് വിത്ത് ദ ഫ്രീക്വൻറ്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ. ഇതിൻ്റെ കൂടെ തന്നെ വരൾച്ചയുടെ ഭാഗമായി ഫ്രാൻസിൽ അങ്ങോളം ഇങ്ങോളം ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായി, വിളനാശമുണ്ടായി. ഇതും മറ്റൊരു കാരണമാണ്. ദീസ് ബ്രോട്ട് ഫ്രാൻസ് ടു ദി ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. ഇതെല്ലാം ഫ്രാൻസിനെ കടക്കെണിയിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. ദി ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൻ ടു ദി അമേരിക്കൻ കോളനീസ് ഇൻ ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൾസോ അഗ്രിവേറ്റഡ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിലെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കിയിട്ടുള്ള മറ്റൊരു കാരണം, അമേരിക്കൻ സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ 1773 കാലഘട്ടത്തിൽ അമേരിക്കൻ കോളനികൾക്ക് സാമ്പത്തികമായ സഹായം ഫ്രാൻസ് നൽകിയുണ്ടായി. ഇതും ഫ്രാൻസിനെ വലിയ കടക്കെണിയിലേക്കാണ് നയിച്ചത്. ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കോമണേഴ്സ്. അങ്ങനെ സാധാരണക്കാരുടെ നിന്ന് കൂടുതൽ നികുതി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ലൂയി 16 സമോൺ ദി സ്റ്റേറ്റ് ജനറൽ, അന്നത്തെ ഫ്രാൻസിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായുള്ള സ്റ്റേറ്റ് ജനറൽ സമോൺ ചെയ്തു, വിളിച്ചിറക്കിയുണ്ടായി. ലൂയി 16 വിളിച്ചിറക്കിയുണ്ടായി. ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഓൾ ദി 3 എസ്റ്റേറ്റ്സ്. ഈ പ്രതിനിധി സഭയിൽ, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 3 എസ്റ്റേറ്റിലെയും എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാണ് വിളിച്ചു ചേർത്തത്? ഇൻ 1789, 1789 ലൂയി 16 ഫ്രാൻസിൻ്റെ കടക്കെണിയെ തുടർന്ന് പുതിയ നികുതി നിരക്കുകൾ മൂന്നാമത്തെ എസ്റ്റേറ്റായ സാധാരണക്കാരുടെ, കോമണേഴ്സിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി എന്ത് വിളിച്ചു ചേർക്കുന്നത്? സ്റ്റേറ്റ് ജനറൽ എന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി വിളിച്ചു ചേർക്കുന്നത്. അതെന്നായിരുന്നു 1789. സിമിലർ ടു ദ ഫ്രഞ്ച് സൊസൈറ്റി, ദ സ്റ്റേറ്റ് ജനറൽ ആൾസോ ഹാഡ് 3 എസ്റ്റേറ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഫ്രഞ്ച് സൊസൈറ്റിയെ 3ആയി തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഈ ഡിവിഷനെ പോലെ, ഫ്രഞ്ച് സമൂഹത്തെ 3ആയി തിരിച്ചിരിക്കുന്ന പോലെ, ദ സ്റ്റേറ്റ് ജനറൽ ആൾസോ ഹാഡ് 3 എസ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് ജനറൽ എന്ന ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും 3 തട്ടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 വിഭാഗങ്ങളുണ്ടായിരുന്നു. അതിനെയും 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് എന്നിങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട്. പരമ്പരാഗതമായിട്ട് ഇവർ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പിന് 1 വോട്ട്. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിന് 1 വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് 1 വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് 1 വോട്ട്. മൊത്തം എത്ര വോട്ട്? 3 വോട്ട്. അപ്പോൾ 3 എസ്റ്റേറ്റിനും കൂടി 3 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ അംഗത്തിനും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഓരോ ഗ്രൂപ്പിനും, ഓരോ സെക്ഷനും, ഓരോ തട്ടുകൾക്കുമാണ് ഗ്രൂപ്പ് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ഓക്കെ. ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട്. ആസ് എ റിസൾട്ട്, ദി നൊബിലിറ്റി ആൻഡ് ദി ക്ലർജി കുഡ് ഓൾവേസ് ഓവർ റൂൾ ദി തേർഡ് എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ 1ാമത്തെ എസ്റ്റേറ്റായിട്ടുള്ള ക്ലർജിയും 2ാമത്തെ എസ്റ്റേറ്റായിട്ടുള്ള നോബിൾസും ലോർഡ്സും പ്രഭുക്കന്മാരും ഇവർ 2 പേര് ചേർന്ന് എപ്പോഴും 3ാമത്തെ എസ്റ്റേറ്റിനെ ഓവർ റൂൾ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 3 വോട്ടാണുള്ളത്. ആ 3 വോട്ടിൽ 1ാമത്തെ എസ്റ്റേറ്റിന് 1 വോട്ട്, 2ാമത്തെ എസ്റ്റേറ്റിന് 1 വോട്ട്. അപ്പോൾ അത് 2 കൂടി ചേരുമ്പോൾ 2 വോട്ടായല്ലോ.
അപ്പോൾ 2 വോട്ട് ആകുമ്പോഴത്തേക്ക് മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഒരു വോട്ടല്ലേ ചെയ്യാൻ പറ്റൂ, അവരൊരു വോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 1ഉം 2ഉം ചെയ്യുന്ന വോട്ടുകൾ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ ഓവർ റൂൾ ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിനും രണ്ടാമത്തെ എസ്റ്റേറ്റിനും ആവശ്യമായ തരത്തിലുള്ള നിയമങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ ഏത് നിയമം വന്നാലും അത് അനുകൂലമാക്കണമെങ്കിൽ 1-2 എസ്റ്റേറ്റിനെ അനുകൂലമാക്കാം, പ്രതികൂലമാക്കണമെങ്കിൽ ഈ 2 വോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, 1-2 എസ്റ്റേറ്റിനെ പ്രതികൂലമാക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും കാലാകാലങ്ങളായി ആരെ ഓവർ റൂൾ ചെയ്യുകയായിരുന്നു, മൂന്നാമത്തെ എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റിനെ ഓവർ റൂൾ ചെയ്യുകയായിരുന്നു. ദി ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം. അങ്ങനെ 1789 പാർലമെൻറ്റ് വിളിച്ചു ചേർത്ത പോലെ ഫ്രഞ്ച് അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി വിളിച്ചു ചേർത്തപ്പോഴാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒന്നാമത്തെ രണ്ടാമത്തെ എസ്റ്റേറ്റുകൾ വാദിച്ചത് എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം മതി, എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം തുടർന്നുകൊണ്ട് പോന്നിരിക്കുന്ന രീതിയിൽ തന്നെ മതി എന്നാണ് ആവശ്യപ്പെട്ടത്. വൈൽ ദ തേർഡ് എസ്റ്റേറ്റ്, എന്നാൽ മൂന്നാം എസ്റ്റേറ്റ്, ദ കോമണേഴ്സ്, ദേ ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ദി 3 എസ്റ്റേറ്റ്സ്. അവർ ആവശ്യപ്പെട്ടത് എല്ലാ എസ്റ്റേറ്റിലെയും അംഗങ്ങൾക്ക്, വ്യക്തികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകണം എന്നാവശ്യപ്പെടുകയുണ്ടായി. ഈ ആവശ്യത്തിന് പ്രകാരം ഒരു സംഭവം ഉണ്ടായി, നമുക്ക് നോക്കാം. എന്തുകൊണ്ടായിരിക്കും മൂന്നാമത്തെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കോമണേഴ്സ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ നോക്കുക. സ്റ്റേറ്റ് ജനറലുള്ള അംഗസംഖ്യയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് പാർലമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് ജനറലിലെ അംഗസംഖ്യ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ് 285 പേരാണ്, സെക്കൻഡ് എസ്റ്റേറ്റ് 308 പേരാണ്. എന്നാൽ തേർഡ് എസ്റ്റേറ്റിലെ എണ്ണം നോക്കുക, 621 പേരുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും കൂടെ കൂട്ടിയാലും എത്ര എത്തില്ല, മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ അത്രയും എണ്ണം എത്തില്ല. അപ്പോൾ അംഗങ്ങളുടെ എണ്ണത്തിൽ, ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ കൂടുതൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു. എന്നാൽ വോട്ടിംഗ് സിസ്റ്റം ഒന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന രീതിയിലാണ് പിന്തുടരുന്നതെങ്കിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിനും രണ്ടാമത്തെ എസ്റ്റേറ്റിനും മൂന്നാമത്തെ എസ്റ്റേറ്റിനെ ഓവർ റൂളിങ് ചെയ്യാൻ കഴിയും. എന്നാൽ സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം ആണെങ്കിൽ എപ്പോഴും മൂന്നാമത്തെ എസ്റ്റേറ്റിന് അനുകൂലമായ നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് കഴിയും. ഇത് സ്റ്റേറ്റ് ജനറലിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇതിനെ ശക്തമായി ഒന്നാമത്തെ എസ്റ്റേറ്റും രണ്ടാമത്തെ എസ്റ്റേറ്റും എതിർക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നോക്കാം. അങ്ങനെ വൈൽ ദി ആർഗ്യുമെൻറ്റ്സ് വെൻ്റ് ഓൺ, അങ്ങനെ ആ സഭയിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽസ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. അങ്ങനെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർ 621 പേരും നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്ന് അവർ പ്രഖ്യാപിച്ചു. ആൻഡ് ദേ അസംബിൾഡ് ഇൻ ദ ടെന്നീസ് കോർട്ട് നിയർ ബൈ. എന്നിട്ട് അവർ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ചെയ്തു. ആൻഡ് സോർ, എന്നിട്ട് അവരൊരു പ്രതിജ്ഞ ചെയ്തു. എന്താ പ്രതിജ്ഞ? നോട്ട് ടു ലീവ് അണ്ടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കുന്നവരെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് സോർ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ദിസ് ഈവൻ്റ് ഈസ് നോൺ ആസ് ദി ടെന്നീസ് കോർട്ട് ഓത്ത്. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം, 3 മാർക്കിന് പരീക്ഷയിൽ ചോദിക്കും. ടെന്നീസ് കോർട്ട് ഓത്ത് എന്താണെന്ന് ചോദിക്കും, പഠിച്ചു വയ്ക്കാമല്ലോ. While the arguments went on, the members of the third estate declared themselves as the National Assembly of France. They assembled in the tennis court nearby and swore not to leave until they had framed a constitution of France. This event is known as the tennis court oath. Let's discuss the subsequent events with the help of the chart below. അപ്പോൾ ഫ്രാൻസിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഈ 1789 ഫ്രഞ്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തതിന് ശേഷമുള്ള വർഷങ്ങളിലെ സംഭവങ്ങളാണ് കാലഗണന പ്രകാരം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാമത്തെ ഡേറ്റ് ജൂലൈ 14, 1789. ദ റെവല്യൂഷൻ ഈസ് സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അപ്പോൾ ഓർമ്മിച്ചിരിക്കുക, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ലിബർട്ടി,
ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം. അത് മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ അവരെന്ത് ചെയ്തു? ദ ഡിമോളിഷ്ഡ് ദ ബാസ്റ്റൈൽ പ്രിസൺ, ദ സിംബൽ ഓഫ് ബൂർബൻ മൊണാർക്കി. ബൂർബൻ രാജവംശത്തിൻ്റെ ഒരു ചിഹ്നമായിരുന്ന, സിംബലായിരുന്ന ബാസ്റ്റൺ പ്രിസൺ ആര് ഡിമോളിഷ് ചെയ്തു? ആര് തകർത്ത് കളഞ്ഞു? വിപ്ലവകാരികൾ തകർത്ത് കളഞ്ഞു. ദിസ് ഇവൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. അങ്ങനെ ഈ ബാസ്റ്റൈൽ കോട്ട അല്ലെങ്കിൽ ബാസ്റ്റൈൽ പ്രിസൺ തകർക്കുന്നതോട് കൂടിയാണ്, അല്ലെങ്കിൽ ജൂലൈ 14, 1789 ഈ സംഭവം നടക്കുന്നതോട് കൂടിയാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജൂലൈ 14 ഓർമ്മിച്ചിരിക്കുക. 1789 എന്താണ് സംഭവം? ദ ഡിമോളിഷൻ ഓഫ് ദി ബാസ്റ്റൈൽ പ്രിസൺ. രണ്ടാമത്തെ ഡേറ്റ് പറയുന്നു 12 ആഗസ്റ്റ് 1789, ആഗസ്റ്റ് 12, 1789. ദ നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. അന്നാണ്, ആഗസ്റ്റ് 12 തീയതിയാണ് നാഷണൽ അസംബ്ലി എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്, എന്ത് പാസ്സാക്കുന്നത്? ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പം മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഏത് വിപ്ലവത്തിലാണ്? ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. നാഷണൽ അസംബ്ലി 1789 ആഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ പാസ്സാക്കുന്നത്. അടുത്തത് ഒക്ടോബർ 1789. Thousands of women marched from Paris to the Palace of Versailles with the slogan "Give us bread." ഗീവ് ആസ് ബ്രെഡ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, നമുക്ക് ഭക്ഷണം തരൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിരവധി ആയിരക്കണക്കിന് സ്ത്രീകൾ പാരീസിലെ വേഴ്സൈസ് പാലസിലേക്ക് മാർച്ച് നടത്തിയ മാസം ഒക്ടോബർ 1789 ഇതുമായി ചെല്ലുമ്പോഴാണ്, ഈ മുദ്രാവാക്യവുമായി ചെല്ലുമ്പോഴാണ് അവിടുത്തെ റാണി പറയുന്നത്, എന്ത് പറഞ്ഞു? മേരി ആൻ്റോണിയറ്റ് പറഞ്ഞത്, പിന്നീട് ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ എന്ത് കഴിക്കൂ എന്ന് പറഞ്ഞു? നിങ്ങൾ കേക്ക് കഴിച്ചോളാൻ പറഞ്ഞു, അല്ലേ? ഇഫ് ദേ ക്യാൻറ്റ് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. മേരി ആൻ്റോണിയറ്റ് എന്താ പറഞ്ഞത്? അവർക്ക് ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ അവർ കേക്ക് കഴിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. പട്ടിണിയാണ്, അപ്പോഴാണ് കേക്ക് കഴിക്കാനായിട്ട് ആര് പറയുന്നത്? റാണി പറയുന്നത്. അടുത്ത് നോക്കുക, സെപ്റ്റംബർ 1792, സെപ്റ്റംബർ 1792. ദ നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. അങ്ങനെ 1792 നാഷണൽ കൺവെൻഷനിൽ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി പറയുന്നത് റെയിൻ ഓഫ് ടെറർ, ഭീകരതയുടെ കാലഘട്ടം. ഇൻ ജൂലൈ 1793 എ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു കൺട്രോൾ ദി ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ 1793 ജൂലൈ മാസം ഫ്രാൻസിൻ്റെ ആഭ്യന്തര സുരക്ഷയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. റോബസ്പിയർ ലെഡ് ദ കമ്മിറ്റി ഇൻ വിച്ച് ദ ലീഡേഴ്സ് ലൈക്ക് മിറാബ്യൂ, ദാൻതൻ എക്സെട്ര വെർ മെമ്പേഴ്സ്. അപ്പോൾ റോബസ്പിയർ ആയിരുന്നു ഇതിൻ്റെ തലവൻ. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ? മിറാബ്യൂവും ദാന്തനെ പോലുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. യൂസിങ് ഗില്ലറ്റിൻ they did mass executions of suspected enemies of the revolution. അപ്പോൾ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് അവർ സംശയിച്ചിരുന്ന ശത്രുക്കളെയൊക്കെ തന്നെ ഗില്ലറ്റിൻ എന്ന മാരകമായ ഉപകരണം കൊണ്ട് കൊന്നൊടുക്കുകയുണ്ടായി. എ ലോട്ട് ഓഫ് നോബിൾസ് ആൻഡ് ക്ലർജി ഇൻക്ലൂഡിങ് ലൂയി 16 ആൻഡ് ഹിസ് വൈഫ് മേരി ആൻ്റോണിയറ്റ്. അപ്പോൾ ഈ ഗില്ലറ്റിനെ ധാരാളം പുരോഹിതന്മാരും പ്രഭുക്കന്മാരും, അത് മാത്രമല്ല ലൂയി 16 അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മേരി ആൻ്റോണിയറ്റിനെയും ഈ ഗില്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വധിക്കുകയുണ്ടായി. അറ്റ് ലാസ്റ്റ് റോബസ്പിയർ വാസ് ആൾസോ എക്സിക്യൂട്ടഡ്. എന്നാൽ ഏറ്റവും അവസാനം ജനങ്ങൾ റോബസ്പിയറെയും ഇതിൽ തന്നെയാണ് വധിച്ചത്. ദ റെയിൻ ലാസ്റ്റഡ് അണ്ടിൽ ജൂലൈ 1794 ആൻഡ് ഈസ് നോൺ ആസ് റെയിൻ ഓഫ് ടെറർ. അങ്ങനെ റോബസ്പിയർ വധിക്കപ്പെടുന്ന 1794 വരെയുള്ള കാലഘട്ടത്തെ, റോബസ്പിയറിൻ്റെ ഒരു വർഷ കാലഘട്ടത്തെ ദ റെയിൻ ഓഫ് ടെറർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഭീകരതയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസ്. ഫ്രാൻസിൽ നിന്നും മറ്റ് രാഷ്ട്രങ്ങളെയൊക്കെ തന്നെ വിപ്ലവം എങ്ങനെയാണ് സ്വാധീനിച്ചെന്ന് നോക്കാം. വെൻ ഫ്രാൻസ് സ്നീസസ് ദി റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. ഫ്രാൻസ് ഒന്ന് തുമ്മിയാൽ യൂറോപ്യൻ പ്രദേശങ്ങൾക്ക്
കോൾഡ് പിടിപെടും, പനി പിടിപെടും എന്നാരാ പറഞ്ഞേ? ഫ്രാൻസ് തുമ്മിയാൽ മതി യൂറോപ്പിനാകെ പനി പിടിക്കുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ദിസ് ഈസ് ദ റിമാർക്ക് മെയ്ഡ് ബൈ മെറ്റേണിക്, ദ ഓസ്ട്രിയൻ ചാൻസലർ. അന്നത്തെ ഓസ്ട്രിയയുടെ ചാൻസലറായിരുന്ന മെറ്റേണിക്കാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ദിസ് ഈസ് ദ റിമാർക്ക് മെയ്ഡ് ബൈ മെറ്റേണിക്, ദ ഓസ്ട്രിയൻ ചാൻസലർ, ഓൺ ദി ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. വൈ ഡിഡ് ഹി റിമാർക്ക് സോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഒബ്സർവ് ദ ചാർട്ട് ബിലോ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഇനി ഒരു ചാർട്ട് നിങ്ങൾക്ക് തരാം. ആ ചാർട്ടിൽ നോക്കുക എന്തുകൊണ്ടാണ് യൂറോപ്പിനാകെ പനി പിടിക്കുമെന്ന് പറഞ്ഞതെന്ന് നമുക്കിതാ ഈ ചാർട്ട് നോക്കുമ്പോൾ പഠിക്കാം. ഓക്കെ. ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പോയിന്റുകളെല്ലാം പഠിച്ചു വയ്ക്കണം. 7 പോയിൻ്റാണ് ഉള്ളത്, എല്ലാം പഠിച്ചു വയ്ക്കാൻ വേണം. ഫസ്റ്റ് വൺ, വിച്ച് സ്റ്റിമുലേറ്റഡ് ഓൾ ദി ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്താകമാനം പിൽക്കാലത്തുണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവങ്ങളെയും ഇത് ഉദ്ദീപിപ്പിച്ചിട്ടുണ്ട്, ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. 2, എൻറ്റഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. അപ്പോൾ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥിതി അവസാനിപ്പിക്കുകയുണ്ടായി. അത് മാത്രമാണോ? അല്ല. വിച്ച് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, എല്ലാ സ്വേച്ഛാധിപത്യ ഭരണകർത്താക്കളെയും ഭീഷണിപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. 3, പ്രൊക്ലൈംഡ് ദാറ്റ് നേഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ. നേഷൻ, രാജ്യമെന്ന് പറയുന്നത് ഒരു പ്രദേശം മാത്രമല്ല, അതിലെ ജനങ്ങളാണ് രാജ്യമെന്ന് ലോകത്തെ ഉദ്ബോധിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. 4, കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവറിറ്റി. ലോകത്തിന് ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം സംഭാവന നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. 5, ലെഡ് ടു ദി എമർജൻസ് ഓഫ് നാഷണലിസം. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ദേശീയത എന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. 6, ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് ദി മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. 7, സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. ലോകത്ത് ഇക്വാളിറ്റി, സമത്വം, ലിബർട്ടി, സ്വാതന്ത്ര്യം, ആൻഡ് ഫ്രട്ടേണിറ്റി, സാഹോദര്യത്വം, ഈ 3 ആശയങ്ങളും ലോകത്തിന് പ്രദാനം ചെയ്തതും ലോകത്തിൽ പ്രചരിപ്പിച്ചതും ഫ്രഞ്ച് വിപ്ലവമാണ്. ദീസ് ആർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. നന്നായി പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും. 4 പോയിൻ്റ് എങ്കിലും കുറഞ്ഞത് പഠിച്ചു വയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് എവിടെ ചോദ്യമായിട്ട് നൽകിയിട്ടുണ്ട്, ഇത് പഠിച്ചു വയ്ക്കുക.